മധ്യകേരളത്തിലെ വാർത്തകളിലെ വിവരങ്ങളുമായി ആൻമരിയ സണ്ണിയാണ് ചേരുന്നത്. ആൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് വിവാദമായ ഗർഭിണിയെ മർദ്ദിച്ച കേസ്, ഈ കേസിൽ അവിടുന്ന് ഇവിടുന്നും ഒക്കെ കൂടുതൽ പേർ കൂടുതൽ പരാതികളുമായി രംഗത്തേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസം ഈ റെനീഷ് അതുപോലെ തന്നെ പ്രീപ്തിയൊക്കെ പറഞ്ഞത് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആളിനെ വിടാതെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇദ്ദേഹത്തിനുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട പുതിയ പരാതികൾ വരുന്നു. ഏത് രീതിയിലായിരിക്കും ഇന്നുള്ള നടപടികൾ? മറ്റൊന്ന്, ഈ കൊച്ചിയിലെ മേയർ സ്ഥാനം പങ്കിടാൻ KPCCയിൽ ഒരു ധാരണയായിട്ടുണ്ടല്ലോ, അത് ഏത് രീതിയിലായിരിക്കും നടപ്പാക്കുക? ഗുഡ് മോർണിംഗ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും അതനുബന്ധിച്ച് നടക്കുന്ന അന്വേഷണവും തന്നെയാണ്. അതിൽ CI പ്രതാപചന്ദ്രനെതിരെയുള്ള വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിനെതിരെ കൂടുതൽ തെളിവുകളെല്ലാം പുറത്തേക്ക് വരും. അതോടൊപ്പം തന്നെ ഇന്നലെയെല്ലാം കൂടുതൽ പരാതികൾ ഈ CI പ്രതാപചന്ദ്രനെതിരെ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. അതിൽ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടുപേരും അതോടൊപ്പം തന്നെ മറ്റു ചില പരാതികൾ കൂടി രംഗത്തേക്ക് വരുന്നുണ്ട്. ഇദ്ദേഹം നേരത്തെ മുതൽ തന്നെ ഈ രീതിയിൽ ആളുകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും അതിനനുസരിച്ചുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നടക്കമുള്ള പരാതികളൊക്കെ ഇന്നലെ വന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണം ഏറ്റവും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇതിന് ഉത്തരവിട്ടിരിക്കുന്നത്. സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേഗതയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി വകുപ്പ് തല നടപടി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം വരണം. അതായിരിക്കും ഇനി ഏറ്റവും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയായിരിക്കും. ഇനി പിരിച്ചുവിടലാണോ അല്ലെങ്കിൽ വിരമിക്കുന്ന ആനുകൂല്യം വെട്ടിച്ചുരുക്കുക, ഈ രീതിയിലുള്ള നടപടികളിലേക്കാണോ കടക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ പരാതികൾ കൂടി രംഗത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ അന്വേഷണം വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അത് ഈ KPCC വന്നിരിക്കുന്ന ധാരണയാണ്. ഈ കൊച്ചിയിലെ മേയർ സ്ഥാനം സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു പേര്, ആ ഒരു പേരിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. 3 പേരുകളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 2 പേരുകളിലേക്ക് ഇപ്പോൾ നിലവിൽ ആ പേര് ഒതുങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് ദീപ്തി മേരി വർഗീസ്, പിന്നെ VK മിനിമോൾ. ഈ 2 പേരുകളിലേക്കാണ് ഒതുങ്ങിയിരിക്കുന്നത്. അതിൽ KPCC പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു 2.5 വർഷം ഇരുവർക്കും കൊടുക്കുന്ന രീതിയിലേക്ക് പോവുക എന്ന രീതിയിലായിരുന്നു ഇന്നലെ KPCCയുടെ ഒരു ധാരണ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസിനാണ് അതിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യം മുതൽ തന്നെയും ദീപ്തി മേരി വർഗീസിന് തന്നെയായിരുന്നു മുൻഗണന. പക്ഷേ ലത്തീൻ സഭ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടത്തിയ സമയത്ത്, പ്രസ് മീറ്റ് നടത്തിയ സമയത്ത് ലത്തീൻ സഭ അവരുടേതായുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു നിലപാട് പുറത്തുവിട്ടിരുന്നു. കാരണം ഈ കൊച്ചിയിലെ വിജയിച്ചിരിക്കുന്ന കോൺഗ്രസ് ആളുകളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ആളുകളിൽ ലത്തീൻ സഭയിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മേയർ സ്ഥാനത്തിനുള്ള ഒരു മുൻഗണന നൽകണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പല പേരുകൾ പല സൈഡുകളിൽ നിന്നായിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ അഭിപ്രായങ്ങളും അവരുടെ നിലപാടുകളും ഒക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് KPCC ഒരു നിലപാടുമായിട്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ ആർക്കായിരിക്കും ആദ്യ പരിഗണന എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ഈ കൊച്ചിയിലെ DCC നേതൃത്വമായിരിക്കും ചർച്ച നടക്കുക. അത് മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെയുള്ള കൂടിയാലോചനകൾക്ക് ശേഷം ഉടൻ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. ക്രിസ്റ്റീന, ഈ 2 വാർത്തകളാണ് കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് പുറത്തു വരാനായിട്ടുള്ളത്. ശരി, താങ്ക് യു ആൻമരിയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.